തുടർച്ചയായിട്ടുള്ള മൂന്നാം ശനിയാഴ്ചയും കേരള ബോക്സ് ഓഫീസിന് റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി ഡയറക്ടർ ചിത്രം ദൃശ്യം 3. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്ക് സർവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കുന്നത് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയുടെ 17ാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടും 17 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഡയറക്ടർ മീന, എസ്തർ, അൻസിബ, മുരളി ഗോപി, സിദ്ദിഖ് തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി ആദ്യ 2 ഭാഗങ്ങൾ അണിയിച്ചൊരുക്കിയ ജിത്തു ജോസഫ് അണിയിച്ചൊരുക്കിയ ചിത്രമുള്ള ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ ഒരു സിനിമ സീരീസ്, ഒരു ഫ്രാഞ്ചൈസി വരുന്നതിൽ ഏറ്റവും വലിയൊരു കളക്ഷനാണ് മലയാള സിനിമയിൽ ദൃശ്യം സീരീസ് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ആയിട്ട് 250 കോടിയിലോട്ടുള്ള മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന് 3ാം ശനിയാഴ്ചയുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,38,00,000 രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ആദ്യ 2 ആഴ്ചത്തെ കമ്പയർ ചെയ്യുമ്പോൾ ചിത്രം 3ാം ആഴ്ചയിലോട്ട് കടന്നപ്പോൾ നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ ഇടിവുണ്ടെങ്കിലും ചിത്രം വരും ദിവസങ്ങളും ഇതേ മുന്നേറ്റം കാഴ്ചവെച്ചാൽ വലിയൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ 17 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 237 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി വേറെ 4 കോടി കൂടി പിന്നിട്ട മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ മുന്നിലുള്ളത് എമ്പുരാനും അതോടൊപ്പം തന്നെ ലോകയും മാത്രമായിരിക്കും. എന്തൊക്കെയാണ് കാത്തിരിക്കുക ഈ 2 ചിത്രങ്ങളെ ബ്രേക്ക് ചെയ്ത് മലയാളത്തിലെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറാൻ ദൃശ്യം 3ക്ക് സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പൊ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട.